ന്യൂസ് പ്രസ്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കാണുക. ഈ ഭാഗങ്ങൾ കണ്ടതിന് ശേഷം എനിക്ക് ചില അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയുവാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും യോജിക്കുമോ എന്നറിയില്ല, പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ഈ വീഡിയോ കാണാം. എന്റെ അപ്പാനെ നഖം വെട്ടാൻ പോലും അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ നഖം വെട്ടാൻ അറിഞ്ഞുകൂടാ, എന്നിട്ടാണ് ഈ കൊടുവാൾ അന്തരായിട്ട് വെട്ടി എന്ന് പറയുന്നത്. 23-ാം തീയതി വരെ ഞാൻ ചോറ് വാരി കൊടുത്തവനെ. തലേദിവസം 3 മണിക്ക് അവന് ഞാൻ ചോറ് വാരി കൊടുത്തതാണ്. ചോറ് വെച്ചിട്ട് മക്കളെ ചോറ് ഇട്ടാന്ന് വെച്ച് ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോറ് വാരി 2 പേർക്കും വാരി കൊടുത്തതാണ് ഞാൻ. എന്നിട്ട് അവനെ നഖം വെട്ടാൻ അവനെ കൊണ്ട് കൊടുക്കൂല. പിറം പെരുപ്പാണ് അവൻ്റെ നഖം. ഇതെടുക്കുമ്പോഴേ എന്തിനാണ് ഇതിന് പേര്, നഖം വെട്ടി എടുക്കുമ്പോഴത്തേക്ക് അവൻ്റെ കൈ പെരുക്കും. ആ നഖം വെട്ടി കൊടുക്കുന്നത് ഞാനാണ്. കയ്യിലെ കാലിലെ നഖം വെട്ടി കൊടുക്കുന്നത് ഞാനാണ്. ആ മോനാണ് ഇപ്പം ഇത്രയും പേരെ കൊലപ്പെടുത്തിയേക്കുന്നത്. ആ മോനാണ് സ്വന്തം അമ്മച്ചി ഇതൊക്കെ ചെയ്തതും ഇത്രയും പേരെയും കൊലപ്പെടുത്തിയത്. ഒരു ഈർക്കിലെടുത്ത് ഞാൻ അവനെ അടിച്ചിട്ടില്ല ഇതുവരെ. അവനാണ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ എന്താണ് ആ ഷെമി എന്ന് പറയുന്ന വെഞ്ഞാറമൂടിൽ 5-ൽ പരം പേരെ കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കിയ ഒരു 23 വയസ്സുകാരൻ്റെ മാതാവിന് പറയാനുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അവർ പറഞ്ഞ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഷെമി എന്ന് പറയുന്ന ആ സ്ത്രീ കേൾക്കേണ്ടി വന്നിട്ടുള്ള പഴികൾ എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അവർ യഥാർത്ഥത്തിൽ കുറ്റവാളിയായ മകന് കുടപിടിക്കുന്നു, അല്ലെങ്കിൽ അവനോട് ചേർന്ന് നിൽക്കുന്നു, അവനെ തള്ളിപ്പറയുന്നില്ല, അവനെ വളർത്തി ഈ തരത്തിൽ ആക്കി എല്ലാ കുറ്റവും ഈ സ്ത്രീയാണ് ചെയ്തത് എന്നുള്ള പേരിലാണ് കുറേ നാളുകളായി ചില സോഷ്യൽ മീഡിയയും അതിനോട് അനുബന്ധമായി പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സ്ത്രീ ചെയ്ത കുറ്റം എന്താണ്? ഇങ്ങനെയൊരു മകനെ പ്രസവിച്ചതാണോ അവർ ചെയ്ത കുറ്റം? നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഒരു മകൻ ചെയ്ത കുറ്റത്തിന് ഒരു അമ്മയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് കാരണം എന്താണ്? അവരാണോ യവനെ കൊലപ്പെടുത്താനായിട്ട് കത്തി കൊടുത്തത്? ഇല്ലെങ്കിൽ യവനോട് അങ്ങനെയാണോ ഉപദേശം നൽകിയത്? ഇതെന്ത് വളർത്തു ദോഷമാണോ ഈ മകൻ ചെയ്തു കൂട്ടിയത്? ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ ആക്ഷേപം വന്നത് അവൻ്റെ നഖം മുറിച്ചു കൊടുത്തു, അവന് ചോറ് ഉരുട്ടി കൊടുത്തു, അവൻ്റെ ചോര ഭയം കണ്ടാൽ പിന്നെ ഭയപ്പെട്ടു പോകുന്ന ഒരു മകനാണ്, അവന് പാറ്റയെ പേടിയാണ്, അവൻ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ല എന്നൊക്കെ ഈ മാതാവ് പറഞ്ഞതിൻ്റെ പേരിലാണ് അവരെ എല്ലാവരും കൂടി വേട്ടയാടുന്നത്. നിങ്ങൾ അറിയാനുള്ളത്, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു സാധാരണ കുടുംബത്തിലെ ഒരു പാവം വീട്ടമ്മയാണ് ഈ സ്ത്രീ. ഇവർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് വളർന്ന ഒരു കുടുംബത്തിലെ സന്താനമാണ്. ഇവരുടെ 11 മക്കളുണ്ടെന്നാണ് എനിക്ക് ലഭിച്ച വിവരം. ഇവരുടെ പിതാവ് എന്ന് പറയുന്ന മനുഷ്യൻ 2ാമത് വിവാഹം കഴിച്ച് വേറെ താമസിക്കാൻ പോവുകയാണ് ചെയ്തത്. ഇവരുടെ വിവാഹ ദിവസം പോലും ആ മനുഷ്യൻ ആ കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് വന്നില്ല. പലരും ഇയാളെ സമീപിച്ച്, ഈ ഷെമിയുടെ പിതാവിനെ സമീപിച്ചിട്ട് കല്യാണത്തിനെങ്കിലും നിക്കാഹ് ചെയ്തു കൊടുക്കാൻ നിങ്ങൾ വരണമെന്ന് പറഞ്ഞിട്ടും ആ മനുഷ്യൻ വന്നില്ല. അങ്ങനെ ഏറ്റവും തകർന്ന് തരിപ്പണമായ ഒരു കുടുംബ സംവിധാനത്തിൽ നിന്നാണ് ഈ സ്ത്രീ വിവാഹിതയായി വരുന്നതും റഹീമിൻ്റെ ഭാര്യയായി മാറുന്നതും. അടിസ്ഥാനപരമായി സൈക്കോളജിയെക്കുറിച്ചോ റിലേഷൻഷിപ്പിനെ കുറിച്ചോ പേരൻറ്റിങ്ങിനെ കുറിച്ചോ ഒന്നും ഈ സ്ത്രീക്ക് യാതൊരു ധാരണയും ഇല്ല. അപ്പോൾ ഉടൻ ഒരു ചോദ്യം നിങ്ങൾ തന്നെ ഉന്നയിക്കാം. അങ്ങനെ ഇല്ലാത്ത ആളുകൾക്കെല്ലാം ഇതാണോ മക്കൾ സംഭവിപ്പിക്കുന്നത്? ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള മക്കൾ അത്തരക്കാർക്ക് എല്ലായിടത്തും വരുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടാവും. സ്വാഭാവികമാണ് ഈ ചോദ്യം. പക്ഷേ മനസ്സിലാക്കുക, എല്ലായിടത്തും നടക്കുന്നത് പോലെ അല്ല പല കുടുംബങ്ങളിലും നടക്കുന്നത്. ഷെമിക്ക് പേരൻറ്റിങ് ഒന്നും അറിയില്ല, മക്കളെ വളർത്താൻ അറിയില്ല, നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. പക്ഷേ ഒരു അമ്മയും മനഃപൂർവ്വം ബോധപൂർവം ഒരു മകനെയും കൊലപാതകിയാക്കുന്നതിന് വേണ്ടി വളർത്തുകയില്ല. ഇവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ അഫാൻ എന്ന് പറയുന്ന 23-കാരന് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ട്. 2 തരം വ്യക്തിത്വം അയാൾക്കുണ്ട്. ഒന്ന്, അയാൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു വ്യക്തിത്വം, ആ പെരുമാറ്റ രീതികൾ, ആ സ്വഭാവം, ആ സംഭാഷണം, ഇതെല്ലാം തന്നെ അയാളെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. അത് വെച്ചിട്ടാണ് ആളുകളെല്ലാം ഇയാളെ അളക്കുന്നത്. നല്ലവരാണ്, ലഹരി ഉപയോഗിക്കില്ല, വീടുമായിട്ട് ഏറ്റവും
ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡാണ്, അനിയനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്നതാണ്. വീട്ടിൽ ഇയാളും ഉമ്മയും അനിയനും ചേർന്നുള്ള ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പുള്ള ഒരു ഫാമിലിയാണ്. പിതാവിനോട് നല്ല സ്നേഹവും കാരുണ്യവും വാത്സല്യവും ഉള്ള ഒരു മകനായിട്ടാണ് ഇയാൾ വളർന്നത്. ഇതെല്ലാം അയാളുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. അയാൾക്ക് അമിതമായ കൂട്ടുകെട്ടില്ല, കൂടുതൽ ഫ്രണ്ട്ഷിപ്പുമായി അടിച്ചു പൊളിക്കാൻ പോകാറില്ല, കൂടുതൽ സമയം വീട്ടിലാണ്. അയാൾ ജോലിക്ക് പോയിരുന്നു, ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു. വല്ലപ്പോഴും രാവിലെയും വൈകുന്നേരം അയാൾ കുറച്ച് ഓൺലൈനിൽ ഗെയിം കളിക്കും എന്നുള്ളതാണ്. അതും സാധാരണ കുട്ടികൾ കളിക്കാറുള്ള ഗെയിമാണ്, അല്ലാതെ റിവെഞ്ചിൻ്റെ ഗെയിമുകളോ അത്തരത്തിലുള്ള ഒന്നുമല്ല അയാൾ കളിക്കാറുണ്ടായിരുന്നതൊക്കെ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഈ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗം പോസിറ്റീവായ ഒരു പേഴ്സണാലിറ്റിയാണ്. രണ്ടാമത്തെ ഭാഗം മറ്റാരും മനസ്സിലാക്കാതെ പോയ ഹിഡനായി അയാളിൽ ഉണ്ടായ ഒരു ക്രിമിനൽ മൈൻഡാണ്. അവിടെ ഇയാൾ പൊസസീവ്നെസ് കാണിച്ചിരുന്നു. ഒരാളോടും ആ മനസ്സ് അയാൾ കാണിച്ചിരുന്നില്ല. ആ മനസ്സ് ഇയാളെ കൊണ്ട് ചെയ്യിപ്പിച്ച കൊലപാതകമാണ് ഇതൊക്കെ. അയാളുടെ സെക്കൻഡ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റിയുടെ രണ്ടാം ഭാഗമാണ് അവിടെ ആവർത്തിച്ചത്. ഈ മർഡർ കേസെല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ചെയ്തു കൂട്ടിയതാണ്. പക്ഷേ ഇങ്ങനെയൊരു മൈൻഡ് ഉള്ള കാര്യം ആർക്കും അറിയാൻ വയ്യാതെ പോയി എന്നുള്ളതാണ് ഇതിനകത്തെ ട്രാജഡി. സ്വന്തം ഉമ്മയ്ക്ക് പോലും അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അതുകൊണ്ടാണ് ഈ സ്ത്രീ പറയുന്നത്, ഇത്രയും ഈ നല്ല സാധുവായ എൻ്റെ മകൻ ഇത് ചെയ്യുമോ എന്ന് അവർ എടുത്തെടുത്ത് ചോദിച്ചത്. അതുകൊണ്ടാണ് അവർ കണ്ടത് ഈ പയ്യൻ്റെ ഒരു പേഴ്സണാലിറ്റിയാണ്, ഒരു ഭാഗം മാത്രമാണ്. അത് പോസിറ്റീവായ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. സ്വന്തം അനിയനെ കെട്ടിപ്പിടിച്ച് നടക്കുക, അവനുമൊപ്പം ഊഞ്ഞാലാടുക, അവനൊപ്പം വീട്ടിനകത്ത് പന്ത് കളിക്കുക, പുറത്തു പോകുമ്പോൾ അവനെ തന്നെ കൂട്ടിക്കൊണ്ട് പോവുക, അവന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തി ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം ചെയ്തു കൂട്ടി എന്ന് പറഞ്ഞാൽ ആ മാതാവിന് പോലും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവർ ആദ്യം അത് പറയുന്നത്, മകൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തില്ല എന്നുള്ളത്. ആദ്യ റൗണ്ടിൽ അവർ പറഞ്ഞത് തീർച്ചയായിട്ടും യാതൊരു മാതാവും ചെയ്യുന്നത് തന്നെയാണ്. കാരണം അപ്പോഴും ബാക്കി 4 പേര് കൊല്ലപ്പെട്ട വിവരം ഇവർ അറിയുന്നില്ല എന്നുള്ളതാണ്. ആ അറിയാത്തത് കൊണ്ടാണ് ആ സ്ത്രീ കട്ടിലിൽ നിന്നാണ് ഞാൻ വീണത് എന്ന് ആവർത്തിച്ച് പറഞ്ഞത്. തന്നെ മാത്രമേ ഇയാൾ ഉപദ്രവിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഇയാൾ അതിൻ്റെ പേരിൽ പോലീസിൽ കയറണ്ട എന്ന് കരുതിയാണ് ആ സാധു സ്ത്രീ അത് പറഞ്ഞത്. പിന്നീട് ബാക്കി 5 പേരെയും കൊന്നു എന്ന് അറിഞ്ഞപ്പോൾ അവർ മകനെ തള്ളിപ്പറഞ്ഞു. ഇനി എനിക്ക് അവനെ കാണണ്ട, എൻ്റെ ചെറിയ മകനെ പോലും അവൻ കൊന്നു തള്ളിയില്ലേ, എനിക്കിനി അവനെ കാണണ്ട എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഈ സ്ത്രീ ഇടയ്ക്ക് പറയുന്നത് കേൾക്കുക. ഈ വീഡിയോയിൽ ബാക്കിയുള്ളൊരു ഭാഗം നിങ്ങൾ കേൾക്കുക. എന്താണ് ഈ സ്ത്രീ പറഞ്ഞത്? ഈ മകൻ, ഇളയ മകൻ ഇപ്പോഴും മരിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അവൻ ശരിക്കും ആ ഫർസാന എന്ന് പറയുന്ന തൻ്റെ മൂത്ത മകൻ അഫാൻ്റെ കാമുകിയുടെ വീട്ടിൽ അവൻ പോയിട്ടുണ്ടാവാം. അവൻ മരിച്ചിട്ടില്ല. ആ ഫർസാനയുടെ കൂടെ അവൻ ഇപ്പോൾ അവളുടെ വീട്ടിലുണ്ടാകും എന്നാണ് ഇപ്പോഴും അവർ സ്വന്തം മനസ്സിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കാരണം അവർ എടുത്തു പറയുന്നുണ്ട്, അവർ 3 പേരും, അഫാനും ഫർസാനയും അഫ്വാൻ ഏറ്റവും ഇളയ ചെറുക്കനും തമ്മിൽ ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ അവർ കഴിഞ്ഞു വന്നിരുന്നവർ ഈ അഫാൻ അവരെ 2 പേരെയും കൊലപ്പെടുത്തിയെന്ന് വിശ്വസിക്കാൻ ഈ പാവസ്ത്രീക്ക് കഴിയുന്നില്ല. പാവം എന്ന് ഞാൻ പറഞ്ഞാൽ ബോധപൂർവ്വം ആരെയും സംരക്ഷിക്കാൻ വേണ്ടി അല്ല പറയുന്നത്. മകൻ ചെയ്ത കുറ്റത്തിന് ഈ സ്ത്രീയെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ക്രൂരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ നമ്മൾ വ്രണപ്പെടുത്തുന്നത്? ഇതൊരു ക്യാൻസർ പേഷ്യൻ്റാണ്, അതിൻ്റെ സിമ്പതിയൊന്നും ആരും കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ പറയും, ഒരു ക്യാൻസർ രോഗിയാണ്, അവരോട് കുറച്ച് മൃദുത്വം നമ്മൾ കാണിക്കണം എന്ന് മനുഷ്യനായ ഒരാൾ പറഞ്ഞാൽ അതൊരു തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ ക്യാൻസർ പേഷ്യൻ്റാണ്, അവർക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ്, ട്രീറ്റ്മെൻറ്റ് തുടരുകയാണ് ആ സ്ത്രീ. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, അവരുടെ കാല് വിറയ്ക്കുന്നുണ്ട്. ഇപ്പോഴും അവർ പൂർണ്ണമായും ഹെൽത്തി കണ്ടീഷനിലേക്ക് വന്നിട്ടില്ല. അവരിടയ്ക്കിടയ്ക്ക് കാല് വിറയ്ക്കുന്നൊരു സ്ഥിതിയുണ്ട്. ആ ഇടയ്ക്ക് അവർക്ക് ബോധാവസ്ഥ മാറുന്നുണ്ട്, പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുന്നുണ്ട്. ഒന്നും കൂടി നിങ്ങൾ അറിയണം,
7 വർഷമായി ആ വീട്ടിൽ ശരിയായ വരുമാനമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണത്. ഈ സ്ത്രീ കടം വാങ്ങിയാണ് ആ കുടുംബം ഒരുവിധം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈ കടം വാങ്ങിയ തുക പലിശയ്ക്കാണ് എടുത്തത്. പലിശയ്ക്ക് എടുക്കേണ്ടി വന്നത് സ്വന്തം ബന്ധുക്കളിൽ നിന്ന് തന്നെയാണ്. പലിശ എടുത്തപ്പോഴൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അവസാനം കുറച്ച് പേർക്ക് കൊടുക്കാൻ കഴിയാതെ വന്നതിൻ്റെ ക്രൂഷ്യൽ ഡേ എന്ന് പറയുന്നത് ഈ മർഡർ നടന്ന ദിവസമാണ്. അന്ന് പലർക്കും പണം തിരിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. സ്വന്തം സഹോദരൻ്റെ ഭാര്യയ്ക്കും പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അതുപോലെ ഈ മറ്റ് ബ്ലേഡ് കമ്പനിക്കാർ ഇയാൾ പേഴ്സണൽ ലോൺ ഓൺലൈനായിട്ട് എടുത്തതിൻ്റെ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ബാങ്കുകാർ വന്ന് അന്ന് അതിൻ്റെ തൊട്ട് തലേ ദിവസം ഭീഷണിപ്പെടുത്തിയിട്ട് പോയതാണ്. വീട് ജപ്തി ചെയ്യുമെന്നും എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതെല്ലാം കൂടി ഉണ്ടായപ്പോൾ ഈ അഫാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ രണ്ടാം പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റിയുടെ രണ്ടാം ഭാഗം വർക്കൗട്ട് ആവുകയാണ്. അയാളുടെ ഉള്ളിൽ ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ടായിരുന്നു. മുമ്പ് അയാൾ സൂയിസൈഡിന് ശ്രമിച്ചതുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ എന്തും ചെയ്യാനുള്ളൊരു ധൈര്യത്തിന് അയാൾ മദ്യത്തിനെ കൂടി കൂട്ടുപിടിച്ചു. രണ്ടാമത് അയാൾ മയക്കുമരുന്നും ഒരു പക്ഷേ അന്നോ അതിൻ്റെ തലേന്നോ ഉപയോഗിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഈ ഓരോ കുട്ടികളും പുറത്തു പോയി ഈ മയക്കുമരുന്ന് കഴിക്കുന്നതൊക്കെ തന്നെ ഒരു അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. ഒരു പക്ഷേ അങ്ങനെ വന്നാൽ തന്നെ ചില സ്ത്രീകൾ അത് ഇന്നോ നാളെയോ മാറും എന്ന് കരുതി ഒരു അനുകമ്പയുടെ അവസ്ഥ അവർ സ്വയം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിരിക്കാം. ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി, അതായത് അഫാൻ്റെ പിതാവ് 7 വർഷമായി ഗൾഫിൽ നിന്നും തിരിച്ചു വരുന്നില്ല. അയാൾ അവിടെ ജയിലിലും കടത്തിലും ബാധ്യതയിലും പെട്ട് ഉഴലുകയാണ്. മുന്നോട്ട് പോകാൻ യാതൊരു സ്ഥിതിയുമില്ലാത്ത അവസ്ഥ, കടക്കാരുടെ പ്രഷർ. അതിൻ്റെ കൂടെ അന്ന് നിങ്ങൾ അറിയേണ്ടത് ആ ദിവസം ഈ മർഡർ നടക്കുന്ന ദിവസം ഒരു ചില്ലിക്കാശ് പോലും ഈ ഉമ്മയുടെയോ മകൻ്റെയോ കയ്യിലില്ല. ആർഭാട ജീവിതം എന്ന് പറയുന്നു. എന്താർഭാടം? അയാൾ ബൈക്ക് വാങ്ങിച്ചു. ബൈക്ക് വാങ്ങിയതിന് അയാളുടെ പിതാവിൻ്റെ കാറ് പണയം വെച്ചിട്ടൊക്കെയാണ് അയാൾ പണം സംഘടിപ്പിച്ചത്. ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് വാങ്ങിച്ചത് അയാളുടെ ഏറ്റവും വലിയ ധാരാളിത്തം എന്നൊന്നും നമുക്ക് ഈ കാലഘട്ടത്തിൽ ആക്ഷേപിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ പ്രണയിനിയുടെ മുമ്പിൽ ആളാകുന്നതിന് വേണ്ടിയൊക്കെ അത് സംഘടിപ്പിച്ചതാകാം. ചെയ്തത് തെറ്റ് തന്നെയാണ്, ഇല്ലയെന്നൊന്നും ആരും പറയുന്നില്ല. അഫാൻ ആരും ന്യായീകരിക്കുന്നില്ല. അയാൾക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അയാൾ ഇത് ചെയ്തത്. അതിനെ ന്യായീകരിക്കുകയാണോ എന്നൊന്നും നിങ്ങൾ ചോദിച്ചു കളയരുത്. അങ്ങനെ ന്യായീകരിക്കുകയല്ല. അയാൾ ചെയ്തത് ക്രൂരമായ കൊലപാതകം തന്നെയാണ്. അയാൾക്ക് തൂക്ക് മരം തന്നെയാണ് കൊടുക്കേണ്ടത് എന്ന് വാദിക്കുന്ന ആളാണ് ഞാനും. അതുപോലെ അയാൾ ചെയ്തതിനെ നമ്മൾ ഈ ഏതെങ്കിലും ഒരു കട്ടനിട്ട് മറച്ചു വെച്ചിട്ട് അയാളെയും ഉമ്മയെയും നമ്മൾ സേവ് ചെയ്യുകയാണെന്നും ആരും കരുതണ്ട. ചില യാഥാർത്ഥ്യങ്ങളായി തന്നെ നമ്മൾ കാണണം. അങ്ങനെ കാണാതെ വന്നാൽ അത് നമ്മുടെ മനസ്സാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചന ആയിരിക്കും. ഇവിടെ ഷെമിയെ പുതപ്പിക്കാനോ അല്ലെങ്കിൽ അഫാനെ പുതപ്പിക്കാനോ വേണ്ടിയുള്ള എപ്പിസോഡ് അല്ല ഇത്. പക്ഷേ യാഥാർത്ഥ്യമല്ലെന്ന് നിങ്ങൾ പറയരുത്. ഒരു മകൻ ചെയ്ത കുറ്റത്തിന് ഒരു മാതാവിനെ അവരുടെ ബന്ധുക്കളെല്ലാം തള്ളി പറഞ്ഞു. പലപ്പോഴും അവരോട് ഇപ്പോൾ അവരെ വന്ന് കാണാനോ മിണ്ടാനോ പലരും ആരുമില്ല എന്ന് പറഞ്ഞ് അവർ സങ്കടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അവരിപ്പോഴും രോഗാവസ്ഥ പൂർണ്ണമായും മാറിയിട്ടില്ല. ഒരു ചാരിറ്റി സൊസൈറ്റിയുടെ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് തുടരുകയാണ്. അവരുടെ ഭർത്താവാണെങ്കിൽ കയറിക്കിടക്കാൻ ഇടമില്ലാത്തൊരവസ്ഥയിൽ അയാൾ അലഞ്ഞ് നടക്കുകയാണ്. ഒരു മകൻ ചെയ്ത പാതകത്തിന് നമ്മളൊരു കുടുംബത്തിന് ഇങ്ങനെ കുറ്റവിചാരണ നടത്തി അവഹേളിക്കുന്നതിൽ നമുക്ക് ശരിക്കും ചില നിയന്ത്രണങ്ങൾ വേണം എന്ന അഭിപ്രായം എനിക്കുണ്ട്. അങ്ങനെ അഭിപ്രായപ്പെടുന്ന ആളുകൾ വേറെയുമുണ്ട്. അതുകൊണ്ട് ചീത്ത വിളിക്കുന്നതിന് മുമ്പ് ദയവായി ചിലതുകൂടി നമ്മൾ സ്വയം അറിഞ്ഞിരുന്നാൽ നല്ലത്.